ചോതി നക്ഷത്രക്കാർക്ക് ചിങ്ങത്തിൽ ജീവിത നിലവാരം ഉയരുമെങ്കിലും അമിതമായ സാമ്പത്തിക ചെലവുകളും അഹംഭാവവും ഉപേക്ഷിക്കണം. ആശയങ്ങളും ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും സ്വീകരിച്ച് ചെയ്യുന്നത് സ്വന്തം ജീവിതത്തിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാവുകയില്ലെങ്കിലും അന്യർക്കു വേണ്ടി ചെയ്യുന്നത് ഫലപ്രദമാകും. ഉദ്ദേശിച്ച വിഷയത്തിൽ നിന്നും വ്യതിചലിച്ച് ഉപരിപഠനത്തിന് ചേരേണ്ടി വരും. കന്നിയിൽ പ്രയത്നങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും അനുഭവഫലം കുറയും. അധഃപതിച്ചുകൊണ്ടിരിക്കുന്ന വ്യാപാരം നിർത്തിവെക്കും. മാതാവിൻ്റെ അസുഖം നിമിത്തം ജന്മനാട്ടിലെ ഉദ്യോഗത്തിന് ശ്രമിക്കും. ക്ഷമിക്കുവാനും സഹിക്കുവാനുമുള്ള കഴിവ് അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിന് ഉപകരിക്കും. പുതിയ വിദ്യ അഭ്യസിച്ചു തുടങ്ങും. തുലാമാസത്തിൽ പറഞ്ഞു ഫലിപ്പിക്കുവാൻ സാധിക്കാത്ത കാര്യങ്ങൾ പ്രവൃത്തിയിലൂടെ പ്രകടമാക്കുവാൻ സാധിക്കും. കുറ്റങ്ങളും കുറവുകളും പരിഹരിച്ച് ജീവിതം നയിക്കുവാൻ തയ്യാറായ പുത്രൻ്റെ സമീപനത്തിൽ ആശ്വാസം തോന്നും. അഭിമാനത്തെ ചോദ്യം ചെയ്തതിനാൽ മനോവിഷമം തോന്നുമെങ്കിലും ഉദ്യോഗം ഉപേക്ഷിക്കരുത്. വീട്ടിൽ നിന്ന് മാറി താമസിക്കും. ചിന്താമണ്ഡലത്തിൽ ഒതുങ്ങാത്ത വിഷയങ്ങൾ ഉപേക്ഷിച്ച് ലഭിച്ച ജീവിതത്തെ മനസമാധാനത്തോടു കൂടി ആസ്വദിക്കുവാൻ തയ്യാറാകും. വൃശ്ചികത്തിൽ ആശയവിനിമയങ്ങളിൽ അപാകത ഉണ്ടാകാതെ സൂക്ഷിക്കണം. കീഴ്ജീവനക്കാർ വരുത്തിവെച്ച അബദ്ധങ്ങൾ തിരുത്തുവാൻ പലപ്പോഴും അഹോരാത്രം പ്രവർത്തിക്കേണ്ടി വരും. നിലവിലുള്ള ഉദ്യോഗവും പ്രവൃത്തിമണ്ഡലങ്ങളും ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നത് ക്ലേശകരമാകും. വിദേശത്തുള്ളവർക്ക് അവധിയിൽ വരുന്ന സാഹചര്യത്തിൽ ഉദ്യോഗം നഷ്ടപ്പെടാനിടയുണ്ട്. മേലധികാരിയുടെ സ്വകാര്യ വിഷയങ്ങളിൽ അഭിപ്രായം പറയുവാൻ ഇടവരുമെങ്കിലും ദുസ്വാതന്ത്ര്യം അരുത്. ധനുമാസത്തിൽ അനുചിത പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നവരുമായുള്ള ആത്മബന്ധത്തിൽ നിന്ന് പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഉപകാരപ്രദമാകും. പൗരാണിക സംസ്കാരവും ആധുനിക സമ്പ്രദായവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കും. വ്യാപാര വിപണന വിതരണ മേഖലകളിൽ നിന്ന് പ്രതീക്ഷിച്ചതിലുപരി പുരോഗതിയും സാമ്പത്തിക നേട്ടവും ഉണ്ടാവുമെങ്കിലും മുൻകരുതലുകൾ വേണം. മകരത്തിൽ വിജയപ്രതീക്ഷകൾ സഫലമാകും. അവതരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിനാൽ സൽകീർത്തിയും സജ്ജന ബഹുമാന്യതയും വന്നുചേരും. പണം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ചുമതലകൾ അന്യരെ ഏൽപ്പിക്കുന്നതും അബദ്ധങ്ങൾക്ക് വഴിയൊരുക്കും. കുംഭം ആയാൽ താരതമ്യേന കുറഞ്ഞ വിലയ്ക്ക് പൂർവിക സ്വത്ത് വാങ്ങുവാൻ അവസരമുണ്ടാകും. അസൂയ മതമാത്സര്യങ്ങളിൽ നിന്ന് പിന്മാറുവാനുള്ള ആത്മപ്രചോദനം ഭാവിയിലേക്ക് ഗുണകരമാകും. സൽക്കർമ്മങ്ങൾക്ക് പണം ചെലവാക്കുന്നത് വഴി ആശ്വാസവും ആത്മസംതൃപ്തിയും ഉണ്ടാകും. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ദുശ്ശീലങ്ങൾ ഒഴിവാകും. സഹപാഠികളോടൊപ്പം താമസിച്ചു പഠിക്കുവാൻ അവസരമുണ്ടാവുമെങ്കിലും ആത്മനിയന്ത്രണം വേണ്ടിവരും. മീനത്തിൽ പ്രവർത്തന ശൈലിയിൽ കാലോചിതമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കും. പല രംഗത്തും പിന്തള്ളപ്പെടുന്ന അവസ്ഥയെ അതിജീവിക്കുവാൻ കഴിയും. പുണ്യതീർത്ഥ ദേവാലയ ഉല്ലാസ വിനോദയാത്രയ്ക്ക് സാധ്യതയുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തിയാക്കി താമസിച്ചു തുടങ്ങും. സുതാര്യമുള്ള സമീപനത്താൽ ഊഹാപോഹങ്ങളെ അതിജീവിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനക്കയറ്റം ലഭിക്കുവാൻ സാധ്യതയില്ലാത്തതിനാൽ ഉപരിപഠനത്തിന് ചേരുന്നതിനെക്കുറിച്ച് ആലോചിക്കും. മേടത്തിൽ നിർണായക വിഷയങ്ങളിൽ അനുരഞ്ജന ശ്രമം അന്തിമ നിമിഷത്തിൽ വിജയിക്കും. വാഹനാപകടങ്ങൾ ഉണ്ടാകാതിരിക്കുവാൻ പ്രത്യേകം ജാഗ്രത വേണം. ഉദര നീർദോഷ രോഗങ്ങളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടും. ഏറ്റെടുത്ത ജോലികൾ നിശ്ചിത സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കുന്നതിനാൽ ബൃഹത് പദ്ധതികൾ വന്നുചേരും. ഇടവത്തിൽ വിനയത്തോടു കൂടിയുള്ള സമീപനം കൊണ്ട് വിപരീത സാഹചര്യങ്ങളെ അതിജീവിക്കും. ആത്മസുഹൃത്തിൻ്റെ നിർദ്ദേശത്താലും പിൻബലത്താലും ജീവിതത്തിന് വഴിത്തിരിവുണ്ടാകുന്ന മേഖലകൾ തുടങ്ങും. ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ അവസരമുണ്ടാകും. സന്തോഷവും സമാധാനപരവുമായ ജീവിതം നയിക്കുന്നത് വഴി ആശ്വാസമുണ്ടാകും. മിഥുനത്തിൽ മഹാന്മാരുടെ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്തുവാൻ നിഷ്ഠകൾ പാലിക്കേണ്ടി വരും. നടപടിക്രമങ്ങളിലുള്ള ആത്മാർത്ഥതയും നിഷ്കർഷയും നിശ്ചയദാർഢ്യവും ലക്ഷ്യബോധവും മാതൃകാപരമായതിനാൽ ആത്മാഭിമാനം തോന്നും. സ്വപ്നസാക്ഷാത്കാരത്താൽ ആത്മനിർവൃതി ഉണ്ടാകും. വാങ്ങുവാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ രേഖകൾ സസൂക്ഷ്മം പരിശോധിക്കേണ്ടതാണ്. അപ്രധാനങ്ങളായ കാര്യങ്ങളിൽ ഇടപെടരുത്. കർക്കിടകമായാൽ ചികിത്സകളാലും ഈശ്വര പ്രാർത്ഥനകളാലും സന്താനഭാഗ്യത്തിന് സാധ്യതയുണ്ട്. അവഗണിക്കപ്പെട്ട കാര്യങ്ങൾ പരിഗണിക്കപ്പെടുന്നതിനാൽ ആശ്വാസമുണ്ടാകും. പ്രവർത്തന പുരോഗതിക്ക് അനുയോജ്യമായ ആശയങ്ങൾ
ആജ്ഞാനുപ്രവൃത്തികളിൽ നിന്ന് വന്നു ചേരുന്നതിനാൽ ആത്മവിശ്വാസം കൂടും. ജീവിത നിലവാരം വർദ്ധിച്ചതിനാൽ കൂടുതൽ സൗകര്യമുള്ള വീട് വാങ്ങുവാൻ തയ്യാറാകും. അനന്ത സാധ്യതകളോട് കൂടിയ മേഖലകളിൽ ജോലി ചെയ്യുവാനുള്ള അവസരം വന്നുചേരും.